അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരിപാടി ചിന്താ സഹവാസത്തിലെ ഉയരെഴുത്തൊരു ഒരു നേരത്തെ ജമീൽ മാഷ് പറഞ്ഞത് ചിന്തയുടെ ഒരു വർക്ക്ഷോപ്പാണ് എന്നാ. ഞാനൊരു അധ്യാപകനും നിങ്ങളൊരു വിദ്യാർത്ഥിയുമായി കണ്ട് ഞാൻ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. എന്നാലും കുറച്ചുകൂടി ആൾ ഉറങ്ങാതിരിക്കാനും നല്ലത് ഈ ഒരു രീതിയാന്ന് തോന്നുന്നു. ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തയെ കുറിച്ച് നേരത്തെ ജമീൽ മാഷയുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്തിനാണ് നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നത്? ചിന്തകന്മാർ എന്ന് നമ്മൾ ചില മനുഷ്യരെ കുറിച്ച് പറയാറുണ്ട്. ലോകത്തെല്ലാ മനുഷ്യരും ചിന്തകന്മാരല്ല. പക്ഷെ ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം സാമാന്യ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു സാധാരണ അർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ സമയത്ത് ഇവിടെ എത്തിയത് ഒരുപാട് ചിന്തിച്ചിട്ടാണ്. നമ്മൾ എപ്പോ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? ഇന്നലെയോ മെനിയാന്നോ അല്ലെ അതിനു മുമ്പോ ഒക്കെ ചിന്തിച്ചിട്ടാണ് നമുക്കിവിടെ എത്താൻ പറ്റിയത്. അല്ലെ എത്താൻ പറ്റില്ല അല്ലെ. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഉയരെഴുത്തുണ്ടല്ലോ, എങ്ങനെയാ പോവാ എന്ന് ആലോചിച്ചവരുണ്ടാകാം. പക്ഷെ അവരെന്താകാൻ സാധ്യതയില്ല, ഇവിടെ എത്തിയിരിക്കാൻ സാധ്യത ഇല്ല. അപ്പൊ ഇതാണോ ചിന്ത? ഇങ്ങനെ ചിന്തിക്കുന്നവരെയാണോ നമ്മൾ ചിന്തകന്മാർ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ലോകത്തെ എല്ലാ മനുഷ്യരും ആരാണ്? ചിന്തകന്മാർ. മനുഷ്യർ മാത്രമല്ല, ജീവികളൊക്കെ ചിന്തകന്മാർ തന്നെയാണ്. അടുത്ത ഭക്ഷണം എങ്ങനെ കിട്ടും, ലൈംഗിക ചോദന ഉണ്ടാകുമ്പോൾ എങ്ങനെ അത് നിർവഹിക്കാൻ പറ്റും, ജീവഭയം, ജീവൻ രക്ഷ എങ്ങനെ സാധിക്കും, ഇതൊക്കെ ചിന്തിക്കാത്ത ഒരു ലോകത്ത് ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു എക്സിസ്റ്റൻസ്, അങ്ങനെ ഒരു സർവൈവൽ എന്തല്ല സാധ്യമല്ല. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് എല്ലാ ജീവികളും. നമ്മൾ തൊടിയിൽ കെട്ടിയിട്ട ഒരു പശു, ഒരു പോത്ത്, അതെന്താ ആലോചിക്കുന്നുണ്ടാകുക? പുരാണാതിഹാസങ്ങളുടെ രാഷ്ട്രീയം എന്താണ് അല്ലെ? സ്ത്രീ എഴുത്തിന്റെ ഏറ്റവും പുതിയ പ്രവണതകൾ എന്താണ് എന്നൊക്കെയാണ് അത് ചിന്തിക്കുന്നത്. അല്ല, അത് നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഭക്ഷണം, അതിന്റെ അതിജീവനം, അതിന്റെ ലൈംഗിക ചോദന, അതിന്റെ നിർവഹണം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ജീവികളുടെയും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതായിരിക്കും ചിന്തിക്കുന്നുണ്ടാകുക. മനുഷ്യരിലേക്ക് എത്തിയാൽ കുറച്ചുകൂടി നാളത്തെ പാർട്ടിക്ക് പോകുമ്പോൾ ഏത് ഡ്രസ് ഇടണം, അല്ലെ അവിടെ എങ്ങനെ പോകാൻ പറ്റും, ഇങ്ങനെ ഇതൊക്കെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ചിന്തിക്കുന്നുണ്ട്. ഇതിനല്ല എന്ത് പറയുക? ഇവരെയല്ല നമ്മൾ ചിന്തകന്മാർ എന്ന് പറയുന്നത്. മറിച്ച് ചിന്തയെക്കുറിച്ചുള്ള ഒരു പാഠം, പലതരം പർട്ടിക്കുലറുകളിൽ നിന്ന് ഒരു യൂണിവേഴ്സിൽ എത്തുന്ന, അങ്ങനെ പലതരം പർട്ടിക്കുലറുകളെ പരിശോധിച്ചിട്ട് അതിൽ നിന്നൊരു യൂണിവേഴ്സിനെ രൂപീകരിക്കുക. വിശദീകരിച്ച് പറയാം. ഇങ്ങനെ രൂപീകരിക്കുന്നവരാണ് ചിന്തകന്മാർ. എന്താണ് പർട്ടിക്കുലർ, എന്താണ് യൂണിവേഴ്സൽ എന്ന് ഞാൻ പറയാം. അല്ലെ സദസ്സിന് അറിയുന്ന കാര്യമായിരിക്കും. ഇപ്പൊ ഒരാളുടെ ശരീരത്തിൽ, സയൻസിന്റെ തലത്തിൽ ആലോചിച്ചാൽ, ഒരു മനുഷ്യന്റെ രക്തത്തിന്റെ നിറം ചുവപ്പാണ്. ഒരാളുടെ രക്തത്തിന്റെ നിറം, ഒരാളെ പരിശോധിക്കുകയാണ്, അയാളുടെ രക്തത്തിന്റെ നിറം ചുവപ്പാണ്. ഇതൊരു പർട്ടിക്കുലർ ആണ്. അയാളുടെ രക്തത്തിന്റെ നിറം എന്താണ്? ചുവപ്പാണ് എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. രണ്ടാമതൊരാളെ പരിശോധിക്കുന്നു, അയാളുടെ രക്തത്തിന്റെ നിറം എന്താണ്? ചുവപ്പാണ്. അതൊരു പർട്ടിക്കുലർ ആണ്. ആ മനുഷ്യൻ, രാമൻ എന്ന് പറയുന്ന മനുഷ്യന്റെ രക്തത്തിന്റെ നിറം എന്താണ്? ചുവപ്പാണ്. അപ്പുറത്ത് കൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യന്റെ രക്തത്തിന്റെ നിറവും ചുവപ്പാണ്. മൂന്നാമത് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യന്റെ രക്തത്തിന്റെ നിറവും ചുവപ്പാണ്. ഇതെല്ലാം പർട്ടിക്കുലർ ആണ് അല്ലെ? അപ്പൊ ഇങ്ങനെ കുറെ പർട്ടിക്കുലറുകളിൽ നിന്ന് ഒരു നിഗമനത്തിൽ എത്തുകയാണ്. എന്താ നിഗമനം? മനുഷ്യരുടെ രക്തത്തിന്റെ നിറം എന്താണ്? ചുവപ്പാണ്. അപ്പോ എന്തിൽ നിന്നാണ് ഈ നിഗമനത്തിലേക്ക് എത്തിയത്? കുറെ പർട്ടിക്കുലറുകളിൽ നിന്ന് ഒരു യൂണിവേഴ്സൽ ട്രൂത്തിലേക്ക് എത്തുകയാണ് അല്ലെ? നമുക്ക് അറിയാൻ ലളിതമായ ഒരു കാര്യമാണ്. ഇത് ശാസ്ത്രത്തിൽ വളരെ മൂർത്തമാണ്, വളരെ ഇങ്ങനെ ആലോചിക്കാൻ വളരെ എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇത് ശാസ്ത്രത്തിൽ മാത്രമല്ല, തത്വചിന്തയിലും മതത്തിലും രാഷ്ട്രീയത്തിലും സാമൂഹ്യ ശാസ്ത്രത്തിലും എല്ലാം, കലയിലുമെല്ലാം എന്തുണ്ട്? ഇങ്ങനെയുള്ള പർട്ടിക്കുലറുകളുണ്ട്. ഈ പർട്ടിക്കുലറുകളിൽ നിന്ന് നമുക്ക് എന്തിലെത്താൻ കഴിയും? ഒരു യൂണിവേഴ്സൽ ട്രൂത്തിൽ എത്താൻ കഴിയും. യൂണിവേഴ്സൽ ഉണ്ടോ ഇല്ലേ എന്ന തർക്കമൊക്കെ ഇപ്പൊ നിലവിലുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഞാൻ യൂണിവേഴ്സൽ ഉണ്ട് എന്ന ഒരു ബേസിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും അല്ലെ? ഇങ്ങനെ ശ്രമിക്കുക. പലതരം പർട്ടിക്കുലറുകളിൽ നിന്ന് ഒരു യൂണിവേഴ്സൽ ആയ ട്രൂത്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനാണ് എന്ത് പറയുക, അല്ലെ അങ്ങനെ കണ്ടെത്തുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ചിന്തകന്മാർ എന്ന് പറയുന്നത്. അല്ലാതെ എന്തോ ഒരു ഉച്ചയ്ക്ക് ഇപ്പൊ ഇവിടെ ഭക്ഷണം എന്തായിരിക്കും അല്ലെ എന്ന് ആലോചിക്കുന്നവരെ കുറിച്ചല്ല എന്ത് പറയുന്നത് ചിന്തകന്മാർ. അതെല്ലാവരും ചിന്തിക്കും. അത് മഹാചിന്തകന്മാരും അത് ചിന്തിക്കാത്തവരാണോ? അല്ല, അവരും അത് ചിന്തിക്കുന്നുണ്ട്. അത് ചിന്തിക്കുന്നതിന്റെ പേരിലല്ല നമ്മൾ അവരെന്ത് വിളിച്ചത് ചിന്തകൻ എന്ന് വിളിച്ചത്. അതെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. അവർ അതിനു പുറമെ വേറെ എന്തും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഐസക് ന്യൂട്ടന്റെ കഥ നമ്മൾ പറയാറുണ്ട് അല്ലെ. ആപ്പിള് താഴേക്ക് വീണു. ഇപ്പൊ ന്യൂട്ടൻ ആലോചിച്ചു. എന്താ ആലോചിച്ചത്? ആപ്പിൾ താഴേക്ക് വീഴുക എന്നത് അദ്ദേഹത്തിന്റെ മുമ്പിൽ സംഭവിച്ച ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ആണ് അല്ലെ. ആ ആപ്പിൾ താഴേക്ക് വീണു. നമ്മളാണെങ്കിൽ അല്ലെങ്കിൽ സാമാന്യം ന്യൂട്ടൻ അല്ലാത്ത ഒരു സാമാന്യ മനുഷ്യർ അതിനെ എങ്ങനെയാണ് ഡീല് ചെയ്യുക, അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ആ ആപ്പിൾ എടുത്തിട്ട് കഴിക്കും. കുറച്ചുകൂടി വൃത്തിബോധമുള്ളവരാണെങ്കിൽ അത് കഴുകിയിട്ട് കഴിക്കും, അല്ലാത്തവരാണെങ്കിൽ അത് അപ്പൊ തന്നെ കഴിക്കും അല്ലെ. ഇത്രയുള്ള വ്യത്യാസം. അതൊരു പർട്ടിക്കുലർ സംഭവമാണ്. ന്യൂട്ടന്റെ മുമ്പിൽ ന്യൂട്ടൻ ഇരുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണം. അങ്ങനെ പറഞ്ഞു പോരുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഒരു ആപ്പിൾ എന്ത് ചെയ്തു? മരത്തിൽ നിന്ന് താഴേക്ക് വീണു. ഒരു മരത്തിൽ നിന്ന് ഒരു ആപ്പിൾ താഴേക്ക് വീണതാണ് സംഭവം അല്ലെ. ലോകത്തുള്ള എല്ലാ മരങ്ങളിൽ നിന്നും എല്ലാ ആപ്പിളുകളും താഴേക്ക് വീഴുന്നത് ന്യൂട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ന്യൂട്ടൻ എന്താ ചിന്തിച്ചത്? ആപ്പിള് താഴെന്ന് മേലിന് താഴേക്കാണ് വീഴുക. അതൊരു പർട്ടിക്കുലർ സംഭവമാണ്. ആപ്പിള് ഒരു മരത്തിൽ നിന്ന് താഴേക്ക് വീഴുക എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സംഭവമാണ്. പക്ഷെ ന്യൂട്ടൻ വേറൊരു കാര്യം കൂടി ആലോചിച്ചു. ഒരു ആപ്പിൾ മാത്രമല്ല, ലോകത്ത് ഏത് സാധനവും എന്താണ് ചെയ്യുന്നത്? താഴെ നിന്ന് മേലെ നിന്ന് താഴേക്കാണ് വീഴുന്നത്. താഴെ നിന്ന് മേലേക്ക് എന്ത് ചെയ്യുന്നില്ല? ഒന്നും വീഴുന്നില്ല. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഏത് സാധനവും മേലെ നിന്ന് താഴേക്കാണ് വീഴുക. ഈ ആപ്പിൾ മാത്രമല്ല, ഈ ആപ്പിൾ വീണതാണ് അദ്ദേഹത്തെ അതിന് ഈ പർട്ടിക്കുലർ സംഭവമാണ് ആ യൂണിവേഴ്സലായ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂണിവേഴ്സൽ ആയ കാര്യം ചിന്തിക്കാൻ തമിഴ് സേവ ന്യൂട്ടനെ പ്രേരിപ്പിച്ചത് അല്ലെ. അപ്പോ അതിൽ നിന്ന് അദ്ദേഹം അത് വളരെ പ്രത്യക്ഷമായ ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അതിൽ നിന്ന് അതിന്റെ കാരണമായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അല്ലെ. ആ കാരണം എന്താണ്? ഭൂഗുരുത്വാകർഷണ നിയമമാണ്. അത് ബ്രിട്ടനിലെ ആ തോട്ടത്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന നിയമമാണോ? ആ ആപ്പിളും ആ മരവും ആ ഭൂമിയും ആയിട്ട് മാത്രം കണക്റ്റഡ് ആയ ഒരു നിയമമാണോ? അല്ല, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ലോകത്തെവിടെയും ഏത് ആപ്പിളും, അത് ആഫ്രിക്കയിലായാലും യൂറോപ്പിലായാലും ബ്രിട്ടനിലായാലും ഇന്ത്യയിലായാലും കേരളത്തിലായാലും പാലക്കാട്ടായാലും മലപ്പൊക്കെ എന്ത് ചെയ്യുള്ളൂ? താഴെ നിന്നും മേലെ നിന്ന് താഴോട്ടേ വരുള്ളൂ. അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് എന്ത്? ഭൂഗുരുത്വം. അപ്പൊ ഒരു പർട്ടിക്കുലർ സംഭവത്തിൽ നിന്ന് അദ്ദേഹം ഒരു യൂണിവേഴ്സൽ ട്രൂത്തിൽ എത്തുകയാണ്. ഇത് എന്തിൽ മാത്രമല്ല, സയൻസിൽ മാത്രം സാധ്യമാകുന്നു. സയൻസിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വളരെ എളുപ്പം നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. എന്തിലും നമ്മൾ അന്വേഷിക്കുന്നതാണ്. നമ്മൾ പുരാണ ഇതിഹാസങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പുരാണ ഇതിഹാസങ്ങൾ, അതിന്റെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ എന്താണ്? അതിനകത്ത് പ്രവർത്തിക്കുന്ന നിയമം എന്താണ്? ആപ്പിളിനും മരത്തിനും ഭൂമിക്കുമിടയിൽ പ്രവർത്തിക്കുന്ന നിയമത്തിന്റെ പേരാണെന്ത്? ഭൂഗുരുത്വാകർഷണ ഫലം അല്ലെ, ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു പുരാണ ഇതിഹാസങ്ങൾക്ക് അകത്ത്, അല്ലെങ്കിൽ പുരാണ ഇതിഹാസങ്ങളും ഈ നാട്ടിലെ മനുഷ്യരും, ഈ നാട്ടിലെ പലതരം മനുഷ്യരും തമ്മിൽ ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. ആ നിയമത്തെ കണ്ടുപിടിക്കുന്ന ന്യൂട്ടന്മാരാണ് ആര്? അതിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെ. ഇവിടുത്തെ സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് അതിന്റെ ഒരു ഗുരുത്വാകർഷണ നിയമമുണ്ട് അല്ലെ. അതിനൊരു ബലതന്ത്രമുണ്ട്. അത് മനുഷ്യന്റെ കാര്യത്തിലാകുമ്പോൾ പ്രകൃതി നിയമങ്ങൾ പ്രകൃതിയാൽ നിശ്ചയിക്കപ്പെട്ടതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധിയിൽ കൂടുതൽ മാറ്റാൻ കഴിയില്ല. പക്ഷെ മനുഷ്യരുടെ ബന്ധങ്ങളുടെ നിയമം എന്തല്ല? അത് പ്രകൃതി നിയമങ്ങളല്ല, മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളാണ്. അതുകൊണ്ടാണ് അതിന്റെ രാഷ്ട്രീയം എന്ന് നമ്മൾ അതിന് പറയുന്നത്. അതിന് അധികാരമുണ്ട് അല്ലെ. അധികാരമുള്ളവർ അവരുടെ അധികാരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കാര്യങ്ങളായിരിക്കും ഇത്തരം ബന്ധങ്ങൾ അധികം. അപ്പൊ അതിനെ മാറ്റിപ്പണിയാനുള്ള ഒന്നാമത്തെ വഴി എന്താണ്? എന്തിനേയും മാറ്റാനുള്ള വഴി എന്താ? പ്രാഥമികമായ വഴി എന്താ? ഏത് രോഗവും ചികിത്സിക്കാനുള്ള ഏറ്റവും പ്രാഥമികമായ കാര്യം എന്താണ്? രോഗം തിരിച്ചറിയുക, ഡയഗ്നോസ് ചെയ്യുക അല്ലെ. ഒരു രാഷ്ട്രീയ ഘടനയെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ രാഷ്ട്രീയ ഘടന എങ്ങനെയാണ്, അതെന്താണ് അല്ലെ, അതിന്റെ അധികാരം എങ്ങനെയാണ്, അതിൽ ഓരോരുത്തരും ഏത് പൊസിഷനിലാണ് എന്നൊക്കെ തിരിച്ചറിയുക. ഏത് സാമൂഹിക ഘടനയും രാഷ്ട്രീയ ഘടനയും ഒക്കെ പൊതുവെ ആളുകൾ അതിനെ മനസ്സിലാക്കുക എങ്ങനെയാണ്? ഒരു പ്രകൃതി നിയമം പോലെയാണ് മനസ്സിലാക്കുക അല്ലെ. ന്യൂട്ടന്റെ തിയറി പോലെ തന്നെയാണ് ഇത്തരം അത് ഇപ്പോ
പിന്നെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടില് ഭക്ഷണത്തിൽ ഇപ്പൊ സ്ത്രീകളോട് വിവേചനം കാണിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളെ ഇത് നടിയാണ് പ്രൊബ്ലമൈസ് ചെയ്ത പിന്നെ റീമ കല്ലുങ്ങല, പിന്നെ എന്റെ വീട്ടിൽ പൊരിച്ച മീൻ അല്ലെ, അതിന്റെ വാൽ കഷ്ണമായിരുന്നു എനിക്ക് കിട്ടാറുള്ളത്. അത് നമ്മൾ സങ്കല്പിക്കുക അങ്ങനെ ഒരു അന്തരീക്ഷം. അവിടെ ഒരാൾ ചോദിക്കാണ് അതെന്താ അങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? സ്വാഭാവികമാണല്ലോ അല്ലെ. അവരെന്തോ അനീതി ചെയ്യുകയാണോ? അല്ല, വളരെ നീതിപൂർവ്വം പ്രവർത്തിക്കുകയാണ് അവർ അല്ലെ. കാരണം അത് അതിനാണ് നമ്മളത് നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സാധാരണവും സ്വാഭാവികവുമായ ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇത് സാധാരണവും നോർമലായ ഒരു കാര്യമല്ല, മറിച്ച് ഇതാണ് അബ്നോർമൽ അല്ലെ, ഇതിനെ നോർമൽ ആക്കേണ്ടതുണ്ട് എന്ന് പറയുക. അങ്ങനെ ഇതിനെ പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരം പർട്ടിക്കുലറുകളിൽ നിന്ന് ഇപ്പോ ശ്യാംകുമാർ സാർ ഇവിടെ ക്ലാസ് എടുക്കും. ഇതിഹാസങ്ങളിലെ മഹാഭാരതത്തിലെ ആയാലും പുരാണത്തിലെ ആയാലും അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ആയാലും രാമായണത്തിലെ ആയാലും അല്ലെങ്കിൽ മറ്റ് അത്തരം ടെക്സ്റ്റുകളിലെ കുറെ സംഭവങ്ങൾ പറയും. ഇത്രയും സംഭവങ്ങളിൽ നിന്ന് ആ സംഭവങ്ങൾ ഓരോന്നും പർട്ടിക്കുലർ സംഭവങ്ങളാണ്, ഓരോരോ സംഭവങ്ങളാണ്. അതിൽ നിന്ന് അദ്ദേഹം ഒരു യൂണിവേഴ്സലായ പൊതുവായ ജനറലായ ഒരു തത്വം അവതരിപ്പിക്കുക. അത് ഇങ്ങനെയാണ് അല്ലെ. ഇതാണ് ആ പ്രക്രിയ. അപ്പോ പിന്നെ ചിന്ത എന്ന് പറയുന്ന കാര്യം എനിക്കിപ്പോൾ എന്തോ ഒന്ന് തോന്നുന്നു, നിങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് എന്താ അല്ലെ. നിങ്ങൾക്ക് എന്തോ ഒന്ന് തോന്നുന്നതിന് അതിനൊരു ഉത്തരവാദിത്വം ആർക്കില്ല, ഒരു ബാധ്യതയും ആർക്കില്ല. എനിക്കിപ്പോൾ എന്തോ അങ്ങനെ തോന്നുന്നു. അതൊക്കെ സാഹിത്യത്തിൽ ഒരു പരിധിവരെ അത് പ്രായോഗികമാണ്. പക്ഷെ അതിന് പോലും എന്തുണ്ട്, ഒരു യൂണിവേഴ്സൽ തലമുണ്ട്. പക്ഷെ അത് എനിക്ക് ബാധകമാകുന്ന ഒരു കാര്യമാവുന്നത് എപ്പോഴാണ്? എനിക്ക് തോന്നുന്നത് മാത്രമല്ല, അതൊരു പൊതു തത്വമാണ് അല്ലെ. അത് എനിക്ക് എങ്ങനെ സാധൂകരിക്കാൻ കഴിയും? വേറെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ എനിക്കത് നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ കഴിയും എന്നിടത്താണ് ഇതിനെയാണ് നമ്മൾ ചിന്ത എന്ന് പറയുന്നത്. ഇനി സ്വതന്ത്ര ചിന്ത എന്നൊരു പ്രയോഗം ഇന്ന് സാർവത്രികമാണ്. നിങ്ങൾ റോട്ടിൽ ഇറങ്ങിയാൽ ഒരുപാട് സ്ഥലത്ത് സ്വതന്ത്ര ചിന്തകരുടെ സമ്മേളനങ്ങളും ഒത്തുചേരലുകളും, ഇനി സോഷ്യൽ മീഡിയയിൽ വന്നാൽ സ്വതന്ത്ര ചിന്തകരുടെ പലതരം സംവാദങ്ങളും സ്വതന്ത്ര ചിന്തകരും മതവുമായുള്ള സംവാദങ്ങളും ഒക്കെ കാണാൻ പറ്റും. എന്താ ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ? ഒരു വിഷയത്തിൽ അല്ലെ നമ്മൾ രണ്ട് പരിപാടി നടത്തുന്നു. ഒന്ന് ഉയരെഴുത്താണ്, ഒന്ന് ചിന്താ സഹവാസമാണ്. രണ്ടും ചിന്തയുടെ തലത്തിലുള്ള പരിപാടികളാണ് അല്ലെ. ഇവരും പറയുന്നത് ചിന്തയെ കുറിച്ചാണ്. എന്ത് ചിന്തയാണ്? സ്വതന്ത്ര ചിന്തയാണ്. എന്താണ് ഈ സ്വതന്ത്ര ചിന്ത? സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് അവരർത്ഥമാക്കുക ഏത് കാര്യത്തെയും ഒന്നാമതായി പരിശോധിക്കേണ്ടത് എങ്ങനെയാണ്? അതിന്റെ ആളുകൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലാതെ അതിന്റെ ആളുകൾ ഇന്നതാണ് അർത്ഥമാക്കുന്നത് നമ്മൾ അങ്ങോട്ട് ആരോപിച്ചിട്ട് അതിനെ ഈ സ്വതന്ത്ര ചിന്ത ഇസ്ലാമിന്റെ കാര്യത്തിൽ ചെയ്യാറില്ല. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് അവർ പറയും, എന്നിട്ട് അവരെ എന്ത് ചെയ്യും? അതിന് മറുപടിയും പറയും അല്ലെ. സ്ട്രോമാൻ ഫാലസി എന്നാണ് ലോജിക്കൽ ഇതിന് പറയുക. ഒരു നമ്മൾ ഇതുണ്ടാക്കി വെക്കാറില്ലേ, പിന്നെ സ്ട്രോമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെ കൃഷിത്തോട്ടത്തിലൊക്കെ ഒരു രൂപം ഉണ്ടാക്കി വെക്കില്ലേ അല്ലെ, നോക്കുകുത്തി. ഇതാണ് സ്ട്രോമാൻ അല്ലെ. അങ്ങനെ നമ്മളുടെ ഒരു രൂപം അവരുണ്ടാക്കുന്നു, എന്നിട്ട് അതാണ് നമ്മളെന്ന് പറയുന്നു, എന്നിട്ട് അതിന് മറുപടിയും പറയുന്നു അല്ലെ. നമുക്കാണോ മറുപടി പറഞ്ഞത്? അല്ല, നമ്മുടേതെന്ന് പറഞ്ഞ് അവരുണ്ടാക്കി വെച്ച രൂപത്തിനാണ് അവരെന്ത് ചെയ്യുന്നത്? മറുപടി പറയുന്നത്. ഇതുപോലെ ഇത് അവരുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യരുത്. നമ്മളുടെ കാര്യത്തിൽ അവർ ചെയ്യുന്നത് തിരിച്ച് അവരുടെ കാര്യത്തിൽ നമ്മളും ചെയ്യുകയല്ല വേണ്ടത്. അത് നീതിയും ന്യായവുമാണ് ചെയ്യേണ്ടത്. പിന്നെ കാരണം നീതിയും ന്യായവും യൂണിവേഴ്സലാണ് അല്ലെ. അക്രമവും അന്യായവും എപ്പോഴും വളരെ പർട്ടിക്കുലറാണ്. ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് അക്രമം അല്ലെ. അതേസമയം നീതി എല്ലാവർക്കുമാണ്, അത് എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ കാര്യത്തിലും നീതിയാണ് ചെയ്യേണ്ടത്. സ്വതന്ത്ര ചിന്ത എന്തുകൊണ്ട് അവരെന്താണ് അർത്ഥമാക്കുന്നത്? ഒന്ന് മതത്തിൽ നിന്ന് സ്വതന്ത്രം അല്ലെ, ഫ്രം റിലീജിയൻ, മതത്തിൽ നിന്ന് സ്വതന്ത്രമായി ചിന്തിക്കുക. പിന്നെ എങ്ങനെ ചിന്തിക്കണമെങ്കിൽ പണ്ടൊരു തല്ലുകാരൻ പറഞ്ഞിരുന്നു, തല്ലില് അയാൾ തോറ്റുപോയി. അപ്പൊ അയാളോട് ചോദിച്ചു നിങ്ങളെന്താ തോറ്റുപോയെന്ന്. അത് നിൽക്കാൻ സ്ഥലം കിട്ടണ്ടേ? കാരണം അയാൾ തല്ല് തുടങ്ങിയപ്പോ അതിനെ പൊക്കിക്കളഞ്ഞു. മറ്റേയാള് ഒരു സ്ഥലത്ത് നിന്നാലല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തല്ലാൻ പറ്റുള്ളൂ അല്ലെ. നിൽക്കാൻ സ്ഥലം വേണ്ടേ അല്ലെ. ആർക്കിമിഡീസിന്റെ പഴയ ഒരു കോട്ടുണ്ട് അല്ലെ, നിങ്ങൾ എനിക്ക് ഒരു കപ്പിയും നിൽക്കാൻ ഒരു ഇടവും തരൂ, ലോകത്തെ ഞാൻ എന്തോ ചെയ്ത് കാണിച്ചു തരാം എന്ന് പറയുന്ന പണ്ട് സ്കൂളിൽ പഠിച്ചൊരു കോട്ടുണ്ട്. എന്ത് തല്ലാണെങ്കിലും എന്തോ ചെയ്ത് കാണിച്ചു തരാനാണെങ്കിലും ചിന്തയാണെങ്കിലും ഒക്കെ എന്ത് വേണം? ഒരു സ്ഥലത്ത് നിൽക്കണം അല്ലെ, എന്നാലേ സാധിക്കുള്ളൂ. അപ്പോ മാത്രല്ല നമ്മൾ കാണുന്ന കാഴ്ചയും നിൽക്കുന്ന സ്ഥലവും തമ്മിൽ എന്തുണ്ട്?
ഇവിടെ നിന്ന് നോക്കുന്നതും അവിടെ നിന്ന് നോക്കുന്നതും ഇവിടെ നിന്ന് നോക്കുന്നതൊക്കെ തമ്മിൽ നമ്മുടെ കാഴ്ചയിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് സ്വതന്ത്ര ചിന്തയില്ല. എന്തേ ഉള്ളൂ, ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവര് സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ അവരെവിടെയാണ് നിൽക്കുന്നത്? ഈ യൂണിവേഴ്സൽ ട്രൂത്ത് അവർക്കും ബാധകമാണല്ലോ. ഞങ്ങള് സ്വതന്ത്രമായി ചിന്തിക്കുകയാണ്. അപ്പോ സ്ഥലത്ത് നിന്ന് പൊക്കിക്കളഞ്ഞ അടിക്കാരൻ പറഞ്ഞ മാതിരി ഒരു തല്ല് നടക്കൂലല്ലോ, ചിന്തിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവരെങ്ങനെയാ ചിന്തിക്കുന്നത്? എവിടെ നിന്നിട്ടാണ് അവർ ചിന്തിക്കുന്നത്? അതിനവർക്ക് ഉത്തരമുണ്ട്. ഉത്തരമില്ലാത്ത ചോദ്യമൊന്നുമല്ല. എന്താ അവരുടെ ഉത്തരം? അവരുടെ ഉത്തരം സയൻസ് എന്നാണ്, അല്ലെ? ഞങ്ങള് ശാസ്ത്രത്തിന്റെ ബേസിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. എല്ലാറ്റിനെയും ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ശാസ്ത്രത്തിന്റെ ബേസിൽ. നിങ്ങൾ എത്തീസ്റ്റുകൾ പറയാനുള്ള ഒരു കാര്യമുണ്ട്, മതവിശ്വാസികളും യുക്തിവാദികളാണ് ജീവിതത്തിന്റെ 90% കാര്യങ്ങൾ. എല്ലാ മതവിശ്വാസികളും യുക്തിവാദികളാണ് ജീവിതത്തിന്റെ 90% കാര്യം. ഇപ്പോൾ സമയം എത്രയായി? ഖുർആനിൽ നോക്കാം, ബൈബിളിൽ നോക്കാം, ഗീതയിൽ നോക്കാം എന്നാരെങ്കിലും തീരുമാനിക്കാറുണ്ടോ? ഇല്ല. എവിടെ നോക്കുകയാണ് ചെയ്യുക? ക്ലോക്കിൽ നോക്കാം, അല്ലെ? കാരണം അത് യുക്തിബോധമാണ്. അങ്ങനെ ജീവിതത്തിന്റെ ഏത് കാര്യവും നമ്മൾ മഹാഭൂരിഭാഗം കാര്യങ്ങളും നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? യുക്തിവാദികളാണെന്നാണ് അവർ പറയുന്നത്, അല്ലെ? പക്ഷെ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബാധകമല്ല? യുക്തിവാദകല്ല എന്നാണ് അവർ നമ്മളെ കുറിച്ച് ആക്ഷേപമായിട്ട് പറയുന്നത്. യുക്തിപരമായി ചിന്തിച്ചാൽ ദൈവനിഷേധത്തിലാണോ എത്തുക, അല്ല ദൈവവിശ്വാസത്തിലാണോ എത്തുക എന്നതൊക്കെ മറ്റൊരു കാര്യമാണ്. പിന്നെ യുക്തിവാദവും എത്തീസവും രണ്ട് കാര്യങ്ങളാണ്. ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ അൽ മുൻഖുദ് മിനൽ ദലാലില് പടച്ചോനുണ്ടോ പടച്ചോനില്ലേ എന്ന് ചിന്തിച്ചിട്ട് പടച്ചോനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? യുക്തി കൊണ്ടാണ്, അനുഭവം കൊണ്ടല്ല. മറിച്ച് എന്തുകൊണ്ടാണ്? യുക്തി കൊണ്ട് നമുക്ക് പടച്ചോൻ എത്താനാണ് കഴിയുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അവിടെ അപ്പൊ സയൻസിൽ നിന്നിട്ട് എല്ലാറ്റിനെ കുറിച്ചും ചിന്തിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. സയൻസ് കൊണ്ട് ലോകത്തെ എല്ലാ കാര്യത്തെയും മനസ്സിലാക്കാൻ പറ്റുമോ? സയൻസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? പക്ഷെ എല്ലാ കാര്യവും മനസ്സിലാക്കാൻ കഴിയില്ല. പെട്ടെന്ന് പറയാവുന്ന ഒരു ഉദാഹരണം മൊറാലിറ്റി, അല്ലെ, ധാർമ്മികത, അല്ലെങ്കിൽ പൊളിറ്റിക്സ്. നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുടെ പൊളിറ്റിക്സ്, ഇതെന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല? സയൻസ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. പെട്ടെന്ന് പറയാവുന്ന 1-2 ഉദാഹരണങ്ങൾ. E=mc² എന്താണ്? സയൻസ് ആണ്. പക്ഷെ അതുകൊണ്ട് ആറ്റം ബോംബ് ഉണ്ടാക്കണോ, ആറ്റമിക് എനർജി ഉണ്ടാക്കണോ എന്നത് ഫിസിക്സിനോട് ചോദിച്ചിട്ട് അവരുടെ ഇൻസ്റ്റിനോട് ചോദിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ സയൻസ് വെച്ചിട്ട് അതിന് ഉത്തരം പറയാന്ന് പറഞ്ഞാൽ ഉത്തരം പറയാൻ കഴിയില്ല. അത് എന്തിന്റെ ഏരിയ അല്ല. നമ്മളെ കൊച്ചു ടിവിയുടെ പരസ്യത്തിൽ പറഞ്ഞ മാതിരി അതെന്തിന്റെ ഏരിയ അല്ല, അല്ലെ? കൊച്ചു ടിവി പരസ്യം അതിന്റെ ഏരിയ ആണെന്നാണ്, അല്ലെ? ഇത് പിന്നെ സയൻസിന്റെ ഏരിയ അല്ല. അത് നിങ്ങൾ മതത്തോടോ എത്തിക്സിനോടോ പൊളിറ്റിക്സിനോടോ ഒക്കെ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് എന്നതാണ്. ഓക്കെ, പറയാൻ ഒരുപാട് ഉദാഹരണം പറയാൻ പറ്റും. ഒറ്റ വാചകം കൂടി ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ശാസ്ത്രം കൊണ്ട് തീരുമാനിക്കണം, അല്ലെ ശാസ്ത്രീയമായിരിക്കണം എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണോ? മനസ്സിലായില്ല. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യവും ശാസ്ത്രം കൊണ്ട് തെളിയിക്കപ്പെടണം എന്നത് ശാസ്ത്രം കൊണ്ട് തെളിയിക്കപ്പെട്ട ശാസ്ത്രീയമായ കാര്യമാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എത്തിക്സ് സയൻസ് കൊണ്ട് പറയും, അല്ലെ? അല്ല. പോട്ടെ, ഇതാണ് സ്വതന്ത്ര ചിന്ത. അവര് സ്വതന്ത്ര ചിന്തയല്ല, ശാസ്ത്രം എന്ന പേരിൽ അവർക്ക് ചില ബേസുകളുണ്ട്. എന്തുകൊണ്ടാണ് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലാണ് ശരിയെന്നവർ പറയുന്നത്? ഇനി എന്തോ ഒരു തെളിവ് നമ്മൾ അങ്ങോട്ട് കൊടുത്തു, ഫലസ്തീനാണ് ശരി എന്ന് തെളിവ് കൊടുത്താൽ രവീന്ദ്രൻ മാറ എസൻസ് അതിൽ നിലപാട് മാറ്റുമോ? ഇല്ല. അത് തെളിവിന്റെ പ്രശ്നമല്ല. എന്തിന്റെ പ്രശ്നമാണ്? ഏത് ബേസിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്, അതിന്റെ ഒരു പൊളിറ്റിക്സ് എന്താണ് എന്നതിന്റെ വിഷയം ആണ്. അവരുടെ എത്തിക്സ് ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സ്വതന്ത്ര ചിന്തയെ കുറിച്ച് അത്രയും പറയുന്നുള്ളൂ. സ്വതന്ത്ര ചിന്ത ഈ കേരളത്തിൽ മാത്രമുള്ള ഒരു ഫിനോമിൻ പ്രതിഭാസമല്ല. ഇന്ന് ലോകവ്യാപകമായി എന്തുണ്ട്? അതിന്റെ ഒരു വേവ്, ഒരു വലിയ തരംഗം ഉണ്ട്. ഒരു കാര്യമാണ് അത്. ആണെങ്കിൽ നമുക്ക് വേറെ പഠന നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ, അല്ലെ? പിന്നെ എത്തീസം, ന്യൂ എത്തീസം ഒക്കെ ഒരു സമയത്ത് നമ്മൾ ഒരു എഴുത്തിൽ വന്നിട്ടുണ്ട്. അതാണ് കൊണ്ടൊക്കെ പഠിക്കാവുന്ന. എന്റെ വിഷയം അതല്ല, ഇപ്പോഴത്തെ വിഷയം അതല്ല. അപ്പൊ സയൻസ് ആണ്, വസ്തുനിഷ്ഠ സത്യമായ സയൻസ് ആണ് എല്ലാറ്റിന്റെയും ബേസ് എന്ന് പറയുന്ന ഒരു കാര്യം ലോകത്ത് നിന്നുണ്ട്. മുമ്പുള്ളതിനേക്കാൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് ശക്തിപ്പെടുന്നുണ്ട്. മറുഭാഗത്ത് റീഡിങ്, ജമീൽ മാഷ് നേരത്തെ പറയും, വായന എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, അല്ലെ? വായനയുള്ള കൺസെപ്റ്റ് എന്താണ്? അതൊരു ചിന്താ രീതിയാണ്. അങ്ങനെ ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എവിടെ നിന്നിട്ടാണോ നോക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക.
അപ്പൊ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലാവും, വേറൊരാൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും, മൂന്നാമത്തെ ഒരാൾ വേറെ സ്ഥലത്ത് നോക്കുമ്പോൾ വേറെ ഒന്ന് മനസ്സിലാവും. അപ്പൊ യഥാർത്ഥത്തിൽ സത്യം ഏതാണ്? ഈ മൂന്ന് കാഴ്ചയിൽ ഏത് കാഴ്ചയാണ് ശരിക്കും? അല്ലെ, പണ്ട് ഒരു ചൈനീസ് ചിന്തകനെ കുറിച്ചൊരു തമാശ പറയാറുണ്ട്. രാത്രി പൂമ്പാറ്റയാണ് എന്ന് സ്വപ്നം കണ്ട ആള് പിറ്റേന്ന് നേരം വെളുത്തപ്പോ മൂപ്പര് കൺഫ്യൂസ്ഡ് ആയി. എന്താ കൺഫ്യൂഷൻ? രാത്രി പൂമ്പാറ്റയാണെന്ന് സ്വപ്നം കണ്ട മനുഷ്യനാണോ ഞാൻ, അതല്ല ഇപ്പോൾ മനുഷ്യനാണെന്ന് സ്വപ്നം കാണുന്ന പൂമ്പാറ്റയാണോ ഞാൻ? ശരിക്കും ഞാൻ ആരാണ്? ഇതുപോലെ ഇതിൽ ഏത് ആംഗിളാണ് യാഥാർത്ഥ്യം? ഒന്നുകിൽ ഇതിൽ ഏതോ ഒന്ന് യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ഇത് മൂന്ന് യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമില്ല. ഇങ്ങനെ പല ഉത്തരത്തിൽ എത്തിച്ചേരാം അല്ലെ. യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒന്ന് ഇല്ല, മറിച്ച് എന്തേ ഉള്ളൂ? നിങ്ങൾ എവിടെ നിന്നിട്ടാണോ നോക്കുന്നത് അതനുസരിച്ച് കാണും. നിങ്ങളുടെ കാഴ്ച മാത്രമേ ഉള്ളൂ. ഇതില് ഈ നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഫെമിനിസം, പൊതുവെ ദളിതുവാദം, ഉത്തരാധുനിക വാദങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നവരാണ്? അങ്ങനെ ഒരു നിർണിതമായ യാഥാർത്ഥ്യം ഇല്ല. നിങ്ങൾ എവിടെ നിന്ന് നോക്കുന്നുവോ അതിനനുസരിച്ച് കാണും. അതിൽ നമ്മൾ എവിടെ നിന്ന് നോക്കണം? അടിച്ചമർത്തപ്പെട്ടവരുടെയും അധികാരം നിഷേധിക്കപ്പെട്ടവരുടെയും മർദ്ദിതരുടെയും പക്ഷത്ത് നിന്നിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങളെ നോക്കി കാണണം എന്നതാണ് അതിന്റെ ഒരു എപ്പിസ്റ്റമോളജി അല്ലെ, അതിന്റെ ഒരു ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്നത്. അത് കാര്യങ്ങൾ നോക്കിക്കാണുന്ന രീതി അതാണ്. അതിന്റെ ഒരു മറുപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാറ്റിനെയും നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അല്ലെ എന്ന് പറയുന്ന തീസത്തിന്റെ സയന്റിസം, ശാസ്ത്രവാദത്തിൻ്റെതായ ഈ രണ്ടറ്റങ്ങൾ ഇന്ന് ലോകത്ത് ഉണ്ട്. നമ്മളൊക്കെ, എനിക്കിപ്പോ 49 വയസ്സാണ്, ഒരു വായിച്ചൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത് ലോകത്ത് പ്രബലമായിട്ടുണ്ടായിരുന്നത് ഏത് ആശയമാണ്? വളരെ പോപ്പുലർ മീൻസ് അക്കാദമിക് തലത്തിലും വൈജ്ഞാനിക തലത്തിലും സാഹിത്യ രംഗത്തൊക്കെ അല്ലെങ്കിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആശയം, ഒരു നവീനമായ ആശയം ഏതായിരുന്നു? അല്ല, കമ്മ്യൂണിസത്തെ ഇപ്പൊ 90 എന്റെ SLC 1990 എന്ന് പറഞ്ഞാൽ എന്റെ SLC കാലമാണ്. അപ്പൊ സോവിയറ്റ് റഷ്യ തകരുന്നു അല്ലെ, പിന്നെ കമ്മ്യൂണിസം തകരുന്നു. കമ്മ്യൂണിസത്തിനെതിരായ ഒരുപാട് ആശയങ്ങൾ ലോകത്ത്, കമ്മ്യൂണിസം പ്രായോഗികമായി 70 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എന്തായി? തകർന്നു പോയി. പിന്നെ പകരം ലോകത്ത് ശക്തിപ്പെട്ടു വന്നിരുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഇന്നും നിൽക്കുന്ന ഒരു ആശയമാണ് ഉത്തരാധുനികത അല്ലെ, സത്വരാഷ്ട്രീയം. അതിന്റെ പലതരം വകഭേദങ്ങൾ, ജനകീയ സമരങ്ങൾ, ദളിത്, ആദിവാസി, സ്ത്രീ, മുസ്ലിം, പിന്നെ കർത്തൃത്വങ്ങൾ എന്നൊക്കെ പറയുന്ന ആശയത്തെ അത് വായിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ അല്ലെ ഒരു വളരുന്നത്. പക്ഷെ അപ്പൊ ഞാനൊക്കെ അന്ന് വിചാരിച്ചിരുന്നത് ഇല്ലേ, ചരിത്രം പൊതുവെ ഇങ്ങനെ ഒരു ഇങ്ങനെ രേഖീയെന്ന് പറയുമല്ലോ, ഇങ്ങനെ ലീനിയർ. അപ്പൊ ഇനി ശാസ്ത്രവാദം, പഴയ ആധുനികതയുടെ ശാസ്ത്രവാദം അല്ലെങ്കിൽ ഈ നിരീശ്വരവാദം, എത്തീസ്റ്റുകൾ തന്നെ കളിയാക്കുന്ന ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നു സിവിക് ചന്ദ്രൻ, പാഠഭേദം, ഇവരൊക്കെ ഏറ്റവും കളിയാക്കിയിരുന്ന ഒരു കൂട്ടരാരാണ്? ഒരാൾ യുക്തിവാദിയാവും, അവർ യഥാർത്ഥത്തിൽ യുക്തിവാദികളാണ്, ദൈവമില്ലാന്ന് നിഷേധിക്കുന്നവരാണ്. പക്ഷെ യുക്തിവാദം എന്ന് പറയുന്ന ഒന്നിനെ ഭയങ്കരമായിട്ട് പരിഹസിക്കുക. സമൂഹത്തിലൊരു അപഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു ഒരു 90കളിലൊക്കെ ആര്? യുക്തിവാദി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കൂട്ടരാണ്. പക്ഷെ അതിൽ നിന്നും ലോകത്തിന് ഇപ്പോൾ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. യുക്തിവാദത്തിന് ഇപ്പോൾ എന്തുണ്ട്? ലോകത്തൊരു മാർക്കറ്റ് ഉണ്ട്. അത് അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ അതിൽ ആകൃഷ്ടരാവുന്നുണ്ട്. കേരളത്തിലൊക്കെ അതിന്റെ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. മറുഭാഗത്തുള്ളൊരു വാദമാണ്. അപ്പോ ഇവർ തമ്മിൽ, നിങ്ങൾ യുക്തിവാദികളെ അതിന്റെ മതം പഠിച്ചോനുണ്ടോ പഠിച്ചോനില്ലേ, അല്ലെങ്കിൽ പിന്നെ ഖുർആൻ അള്ളാന്റേതാണോ അള്ളാന്റേതല്ലേ, ഈ ഡിബേറ്റുകൾ മാത്രമല്ലാതെ യുക്തിവാദികൾ ഉന്നയിക്കുന്ന കുറെ കൂടി പൊളിറ്റിക്കലായ, സാമൂഹ്യശാസ്ത്രപരമായ, എന്താ പറയുക, എപ്പിസ്റ്റമോളജി സംബന്ധിയായ അവർ ഉയർത്തുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. അതുകൂടി നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. രവീന്ദ്രൻ പറയും, ഒരു സ്ത്രീയും പുരുഷനും വണ്ടി കൂട്ടിമുട്ടി, അതിൽ ആരാണ് ശരി, ആരാണ് തെറ്റ്, ആരാണ് അക്രമി, ആരാണ് മർദ്ദകൻ, ആരാണ് മർദ്ദിതൻ? ഇത്തരം ഒരു രാഷ്ട്രീയത്തിൽ അതിന് ഉത്തരം, വളരെ വേഗം ഉത്തരവുണ്ട്. എന്താണ്? പുരുഷനായിരിക്കും അക്രമി അല്ലെ, കാരണം സ്ത്രീ അടിച്ചമർത്തപ്പെട്ട ആളാണ് അല്ലെ. അതുകൊണ്ട് സ്ത്രീയുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത് അല്ലെ. അതിനെക്കുറിച്ച് രവീന്ദ്രൻ അങ്ങനെ ഇല്ല അല്ലെ. ആരാണോ ശരിക്കും അക്രമം കാണിച്ചത്, അതിൽ സ്ത്രീക്ക് എന്തോ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പറയും പുരുഷന് ഇവിടെ ഓൾറെഡി പ്രിവിലേജ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ആർക്കും ഒരു പുതിയ പ്രിവിലേജ് വകവെച്ചു കൊടുക്കണം, സ്ത്രീക്ക് വകവെച്ചു കൊടുത്ത് അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു പ്രിവിലേജ് ഉണ്ട് എന്ന കാര്യം തന്നെ ആരും അംഗീകരിക്കുന്നില്ല. ഈ പുതിയ ന്യൂ എത്തീസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല. മറിച്ച് അവിടെ യഥാർത്ഥത്തിൽ എന്താണോ സംഭവിച്ചത് അതാണ് പരിഗണിക്കേണ്ടത് എന്നവർ പറയും.
അപ്പൊ ഇതൊരു പഠിച്ചോനുണ്ടോ പഠിച്ചോനില്ല എന്ന തർക്കം മാത്രമല്ല, മറിച്ച് വളരെ സാമൂഹ്യശാസ്ത്ര സ്വഭാവമുള്ളതും പൊളിറ്റിക്കലായ സ്വഭാവമുള്ളതുമായ രാഷ്ട്രീയമുള്ള ഒരു തർക്കം കൂടിയാണ്. മറുഭാഗത്ത് എന്തുണ്ട്? അല്ലെ, വായന, റീഡിങ്. കർത്താവില്ല, മറിച്ച് ലോകത്ത് ഉള്ളത് എല്ലാം പ്രക്രിയകളാണ്, പ്രോസസ്സുകളാണ്, എല്ലാം വ്യവഹാരങ്ങളാണ്. എല്ലാത്തിനകത്തും നമ്മൾ കാണേണ്ടത് എന്തിനെയാണ്? അധികാര ബന്ധങ്ങളെയാണ്. അതിനെ അടിച്ചെടുക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്ന മറ്റൊരു ഇത് രണ്ടറ്റങ്ങളാണ്. ഒരിക്കലും കൂട്ടിമുട്ടുകയല്ലാത്ത വളരെ വലിയ പക്ഷെ രണ്ടറ്റങ്ങളാണ്. പിന്നെ അപ്പോ ചിന്തയുടെ ലോകത്ത് സ്വാഭാവികമായിട്ടും എന്താ ഇനി ഒറ്റക്കൂടി പറയാൻ അവസാനിപ്പിക്കുക, എന്താണ് യഥാർത്ഥത്തിൽ ചിന്ത? ഇത് നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടെ പറഞ്ഞ അവസാനിപ്പിക്കാം. സത്യത്തെ, ഹക്കിനെ അന്വേഷിക്കുക, ഹക്കിനെ അല്ലെ, സത്യത്തെ. ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തെയും എല്ലാം നാട്ടി നിർത്തിയിരിക്കുന്നത് എന്തിനു മുകളിലാണെന്നാണ് അള്ളാഹു പറയുന്നത്? ഹക്കിന് മുകളിലാണ്. അല്ലെ, ഈ ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സത്യത്തിന്റെ, ഒരു യാഥാർത്ഥ്യത്തിന്റെ, അവകാശങ്ങളുടെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയാം, അതിന്റെ അച്ചുതണ്ടിലാണ് പ്രപഞ്ചം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവിതം യഥാർത്ഥത്തിൽ കറങ്ങേണ്ടത്, കറങ്ങിയാൽ ആൾക്ക് യഥാർത്ഥത്തിൽ ഉപകാരം ഉണ്ടാവുന്നത്, നന്മ ലഭിക്കുന്നതൊക്കെ ഒരു ഹക്കിന്റെ അച്ചുതണ്ടിലാണ്. പക്ഷെ ഹക്ക് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല, ഇങ്ങനെ സമൂഹവുമൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഇത് കണ്ടെത്തുക എന്നതാണ്. ഇത് കണ്ടെത്താൻ നമുക്ക് പലതരം ചിന്താസരണികളുടെ ഉപകരണങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്താം. പക്ഷെ അത് എന്തിനായിരിക്കണം? സത്യത്തെ, യാഥാർത്ഥ്യമുണ്ട്, യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്ന വാദവും, ശാസ്ത്രം പറയുന്ന യാഥാർത്ഥ്യം മാത്രമാണ് യാഥാർത്ഥ്യം എന്ന ഈ രണ്ട് വാദങ്ങളും എന്താണ്? രണ്ടറ്റങ്ങളാണ്. രണ്ടറ്റങ്ങൾ എപ്പോഴും എന്തായിരിക്കും? തെറ്റായിരിക്കും. സത്യം എപ്പോഴും എവിടെയായിരിക്കും നിൽക്കുക? മിഡിൽ, അല്ലെ, മിഡിൽ പാത്ത് ആണ്. പക്ഷെ മിഡിൽ പാത്ത് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഈ മിഡിൽ പാത്ത് എന്താണ് എന്ന് മൂർത്തമായി പറയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. അത് അധ്വാനം ആവശ്യമുള്ളൊരു പണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കടന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയൊരു അധ്വാന പ്രക്രിയയിൽ ഏർപ്പെടുന്നത്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത് സ്ത്രീയുടെ പക്ഷത്ത് നിന്നിട്ട് ഏതാണ് ശരി, ദളിതന്റെ പക്ഷത്ത് നിന്നിട്ട് ഏതാണ് ശരി എന്നല്ല, ശരിക്കും ശരി ഏതാണ്. ശരിക്കും ശരി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ നമുക്ക് എവിടെ നിന്നിട്ട് നോക്കാം? ഈ ദളിതന്റെ പക്ഷത്ത് നിന്ന് നോക്കാം, സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് നോക്കാം, ചിലപ്പോൾ ശാസ്ത്രത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നോക്കാം, പലത് വെച്ച് നോക്കാം. പക്ഷെ അപ്പോഴെല്ലാം നമ്മൾ അന്വേഷിക്കുന്ന കാര്യം എന്താണ്? ശരിക്കും ശരി എന്താണ് എന്നതാണ്. അപ്പോ ഇതിന് നമുക്ക് ചില ഇസ്ലാമികമായ ചില അടിസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും ഇസ്ലാമത്തിന് ഒരുപാട് അടിസ്ഥാനങ്ങൾ നൽകുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സ്ത്രീവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പറഞ്ഞു ഞാൻ വിചാരിച്ചത് നമുക്ക് സമയം ഈ സെഷൻ ഇന്ന് തന്നെ വേറൊരു സമയം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ അൽ ഹഖായ, ഏറ്റവും പരമമായ യാഥാർത്ഥ്യമായ, ഏറ്റവും വലിയ സത്യമായ അള്ളാഹുവിന്റെ നാമത്തിൽ, അൽ ഹഖിന്റെ നാമത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.